അപ്പോൾ ഇന്ന് നമ്മൾ നോയിഡ എത്തിയിട്ട് 5th ഡേ ആണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്ലാനിങ് ജയ്പൂർ കറങ്ങാനാണ്. അതിന് നമ്മൾ ടാക്സി ബുക്ക് ചെയ്ത് 1 ഡേ ട്രിപ്പാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പുലർച്ചെ 4 മണിയായപ്പോൾ ടാക്സി വന്നു, ഞങ്ങൾ ഇറങ്ങി. ആ സമയമായതുകൊണ്ട് ട്രാഫിക് ജാം ഒന്നും അധികം ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് തന്നെ നമ്മൾ എത്തി. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ കറങ്ങാൻ പോയത് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹവാമഹലാണ്. ഹവാമഹലിൽ കറങ്ങാൻ പോയപ്പോൾ അവിടെ നമുക്ക് അവരുടെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. പൈസ ഉണ്ട് എല്ലാത്തിനും, പക്ഷെ എന്നാലും ഫോട്ടോസ് അതൊക്കെ ഒരു മെമ്മറി അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഒരു റീൽ ഉണ്ടാക്കി. ഞാൻ ഒരു ഡാൻസിൻ്റെ രാജസ്ഥാനി ഡ്രസ്സ് ഇട്ടിട്ട് പിന്നെ ഡാൻസ് കളിച്ചില്ലെങ്കിൽ എങ്ങനെയാണ്, അപ്പോൾ കിട്ടിയ സ്റ്റെപ്പ് വെച്ചത് അങ്ങോട്ട് ഞാൻ കളിച്ചു. അത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ആ റീല്. സ്റ്റെപ്പൊന്നും അത്ര നല്ലതൊന്നല്ല, കിട്ടിയ സമയം കൊണ്ട്. കാരണം അവർ അധികം നേരമൊന്നും നമുക്ക് അതിന് ടൈം തരില്ല. അവർ ഫോട്ടോസ് എടുക്കുന്നതിനാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ ഇത് ഹവാമഹൽ എനിക്ക് തോന്നുന്നു ഇതേപോലെ ചെറിയ 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 വിൻഡോസ് ഉണ്ട്, അതിന് ഡെക്കറേറ്റ് ചെയ്ത് പല പല ഡിജിറ്റൽ കളറൊക്കെ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇതിപ്പോൾ അതിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ ആണ്. അപ്പോൾ അതൊക്കെ കണ്ടു. ഞങ്ങൾ ഇറങ്ങാറായപ്പോഴേക്കും ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. കാരണം 10:30 11 o'clock ആയപ്പോഴേക്കും ഞങ്ങൾ ഹവാമഹൽ കണ്ട് തിരിച്ച് പുറത്തേക്ക് വന്നു. പിന്നെ ഇതാണ് ആ ഡ്രസ്സ് കേട്ടോ, ട്രഡീഷണൽ ഡ്രസ്സ്. അപ്പോൾ ഇത് ഇട്ടിട്ട് ഞങ്ങളുടെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് വരണ വരവാണ് കേട്ടോ, വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ നല്ലൊരു മെമ്മറിയാണ് കേട്ടോ അത്. ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ്, അവിടുന്ന് പുറത്തിറങ്ങിയപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ കൃതിക ബാട്ടി ചോക്കയാണ് വാങ്ങിയത്, ഞാൻ പൂരി സബ്ജി, പിന്നെ ചേട്ടൻ ആലു പൊറോട്ട, അനിക്കത്ത് ചോല ഭട്ടൂര. ഞങ്ങളുടെയൊക്കെ ഫിക്സാണ്. കൃതിക മാത്രം ഇപ്പോഴും ഏത് സ്ഥലത്താണ് പോണ് അതിൻ്റേതായ ആ ട്രഡീഷണൽ ഫുഡ് അവൾ ട്രൈ ചെയ്യും. എല്ലാതൊന്നും കഴിച്ചിട്ടല്ല, പക്ഷെ അത് അവൾ വാങ്ങും. കുഴപ്പമുണ്ടായിരുന്നില്ലേ ബാട്ടി ചോക്ക. ചേട്ടനൊക്കെ ഇഷ്ടമായി, അവൾക്കും ഇഷ്ടമായി. ഞാനും കുറച്ച് കഴിച്ചു. പിന്നെ ഞങ്ങൾ 3 ചായ വാങ്ങി, അനിക്കത്ത് ലസ്സി വാങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കറങ്ങിയിട്ട്, ഒക്കെ ഈ കൊട്ടാരങ്ങളാണ് കറങ്ങാനുള്ളത്. അപ്പോൾ ഒരു സ്ഥലത്ത് മാത്രം ഞങ്ങൾ ഗൈഡിനെ വിളിച്ചു, ബാക്കിയൊന്നും വിളിച്ചില്ല. പക്ഷെ ഗൈഡിനെ വിളിക്കുകയാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്ക് ഈ കൊട്ടാരമൊക്കെ കറങ്ങാൻ പോകുമ്പോൾ ഓരോ സിമ്പിളായിട്ട് കാര്യങ്ങളോ അവർ പറഞ്ഞു തരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. ഇല്ലെങ്കിൽ നമ്മൾക്ക് ഏത് വഴി കൂടെ പോകണം, ഏത് വഴി കൂടെ വരണം എന്നൊന്നും അറിയില്ല. എന്തായാലും അവിടെയൊക്കെ കറങ്ങാൻ പറ്റി. അവിടെയൊക്കെ കറങ്ങി കഴിഞ്ഞപ്പോൾ അവിടെ ഫോട്ടോസൊന്നും ചില സ്ഥലത്ത് എടുക്കാൻ പറ്റില്ല, അപ്പോൾ അതുകൊണ്ട് എടുത്തിട്ടില്ല. പിന്നെ കുറേ സ്ഥലങ്ങൾ കറങ്ങി ഒരു 5 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങളുടെ എല്ലാ കറക്കങ്ങളൊക്കെ കഴിഞ്ഞ്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് സമയം വേണം ഷോപ്പിങ്ങിന് ഇട്ടാന്ന്. പക്ഷെ 5 മണി ആയി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അതൊക്കെ കറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വലിയ ഷോപ്പിംഗ് ഉള്ള സ്ഥലത്തേക്കൊന്നും പോകണ്ട, വെറുതെ ഒരു കടയിലൊക്കെ കയറി നമ്മൾ ചെറുതായിട്ടൊരു ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് തിരിച്ച് പോരുകയാണ്. അപ്പം നമ്മൾ തിരിച്ച് പോരുമ്പോൾ ഇതേപോലെ ഇങ്ങനെ പാട്ട് പാടുന്ന ആളെ കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി.